ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ചാപ്റ്റർ 3-ലെ ഫുൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കുന്നത്. ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി നോക്കാം. വാട്ട് ഡു വി യൂഷ്വലി ഡു ടു ഗെറ്റ് ലൈറ്റ് വെൻ ദർ ഈസ് എ പവർ ഫെയിലിയർ? എന്താണ്, വൈദ്യുതി ഇല്ലാണ്ടാകുമ്പോൾ നമ്മൾ ഏതാ ഉപയോഗിക്കാറ്? ക്യാൻഡിൽസ് ആർ യൂസ്ഡ്, എമർജൻസി ലാംപ്സ് ആർ യൂസ്ഡ്, കെറോസിൻ ലാംപ്സ് ആർ യൂസ്ഡ് അല്ലേ? ഈ വാട്ട് ആർ ദ തിങ്സ് നീഡഡ് ടു മേക്ക് എൻ എമർജൻസി ലാമ്പ്? എന്തൊക്കെ വേണം ഒരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ? ഫ്രെയിം, റീചാർജബിൾ ബാറ്ററി, സ്വിച്ച്, വയർ, LED മൊഡ്യൂൾ. What are the source of electricity? Device that provide electricity are termed as a source of electricity. Electric cells, generators, solar cells, etc. എന്താണ്? വൈദ്യുത സെല്ലുകൾ, ജനറേറ്ററുകൾ, സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത സ്രോതസ്സുകൾ. ഇനി വാട്ട് ആർ ദ ഇലക്ട്രിക് സെൽസ്? ഇലക്ട്രിക് സെൽസ് ആർ ഡിവൈസ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് കെമിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി ഈസ് സ്റ്റോർഡ് ആസ് എ കെമിക്കൽ എനർജി ഇൻ ദം. ദിസ് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി വെൻ വി യൂസ് ദം. അപ്പം എന്താണ് വൈദ്യുത സെല്ല് എന്ന് ചോദിച്ചാൽ, രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ. ഇവയിൽ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി സംഭരിച്ചു വയ്ക്കുന്നു. നാം ഉപയോഗിക്കുമ്പോൾ രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൽ ആൻഡ് ബാറ്ററി? എന്താണ് സെല്ലും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ ബാറ്ററി ഈസ് എൻ അറേഞ്ച്മെൻറ്റ് മെയ്ഡ് ബൈ ദ കണക്റ്റിംഗ് മോർ ദാൻ വൺ സെൽ ഇൻ ടു സിംഗിൾ യൂണിറ്റ്. ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായിട്ട് സംഘടിപ്പിച്ച് നിർമ്മിക്കുന്നതാണ് ബാറ്ററി. ഓക്കെ, ഇനി സെല്ല് എന്ന് പറഞ്ഞാൽ സിംഗിൾ യൂണിറ്റ് ആണ്. ദാറ്റ് കൺവേർട്ട് ദ കെമിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, ഇനി ആദ്യത്തെ സെല്ലാണ്, രണ്ടാമത്തെ ബാറ്ററിയാണ്. ഇനി ഒബ്സർവ് ദ പിക്ചേഴ്സ് A, B, C ഇൻ വിച്ച് സെൽ ആർ കണക്റ്റഡ് ഇൻ 3 ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ ഡു ഓൾ ദ റെപ്രസെൻറ്റ് ദ റൈറ്റ് വേ മേക്കിംഗ് എ ബാറ്ററി. ഇത് ഈ 3 സെല്ലിന് റൈറ്റ് വേയിലാണോ ബാറ്ററി ക്രമീകരിച്ചിരിക്കുന്നത്? അല്ല അല്ലേ? വിച്ച് എമംഗ് ദം ഈസ് റോങ്? ഏതാണ് ഇതിൽ തെറ്റായത്? B ആണ്. വിച്ച് എമംഗ് വിൽ ബി മോർ ഇലക്ട്രിസിറ്റി? C ആണ്. ഓക്കെ, ഇനി ഒബ്സർവ് ദ പിക്ചേഴ്സ്. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കാം. ഫ്രം ദ സോഴ്സ് ഡു ദീസ് 2 ഡിവൈസസ് ഗെറ്റ് ഇലക്ട്രിസിറ്റി? എന്താണ്, ഏത് സോഴ്സിൽ നിന്നാണ് ഇവയ്ക്ക് ഇലക്ട്രിസിറ്റി ലഭിക്കുന്നത്? ക്ലോക്കിൽ സെല്ലാണ്, മൊബൈലിൽ ബാറ്ററിയാണ്. What is the difference between the source of electricity used these devices? Answer: a cell in a clock cannot be used again when its charge is completely used up, but the battery in the mobile phone can be recharged and used again. You may be using rechargeable and non-rechargeable cell in different devices at home. Classify them. അപ്പോൾ നമ്മൾ റീചാർജ് ചെയ്യാൻ പറ്റുന്നത്, റീചാർജ് ചെയ്യാൻ പറ്റാത്തതുമായ ഇത് നമ്മുടെ വീട്ടിൽ ധാരാളമുണ്ട്. അവ ഏതൊക്കെയാണെന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മൊബൈൽ ഫോണ്, എമർജൻസി ലാമ്പ്, ലാപ്ടോപ്പ്, പവർ ബാങ്ക്, ക്യാമറാസ്, സ്മാർട്ട് വാച്ചസ് അല്ലേ? ഈ നോൺ റീചാർജബിളോ? ഫ്ലാഷ് ലൈറ്റ്, ടോയ്സ് അല്ലേ? അലാറം, റിമോട്ട് കൺട്രോൾ, വാച്ച്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് LED? എന്താണ് LED ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ? LED ലൈറ്റ് ബൾബ് ഈസ് LED ബൾബ് ഈസ് ദാറ്റ് ദേ പ്രൊഡ്യൂസ് ലെസ് ഹീറ്റ് അല്ലേ? കുറഞ്ഞ ചൂടേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താണ്? ഇംപ്രൂവ്ഡ് ലൈറ്റിംഗ് ക്വാളിറ്റി അല്ലേ? നല്ല ലൈറ്റിംഗ് ക്വാളിറ്റിയാണ്. ലോങ് ലൈഫ് സ്പാനാണ്. എനർജി എഫിഷ്യൻസിയാണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് LED മൊഡ്യൂൾ? എന്താണ് LED മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ, LED മൊഡ്യൂൾ ഈസ് എൻ അറേഞ്ച്മെൻറ്റ് ഓഫ് മോർ ദാൻ 1 LED ബൾബ് ഈസ് ഇൻ എ സ്ട്രിപ്സ്. ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ചിരിക്കുന്ന സംവിധാനമാണ് LED മൊഡ്യൂൾ. ഇനി വോട്ട് ഈസ് ഇലക്ട്രിക് സർക്യൂട്ട്? എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ദാറ്റ് പാസസ് ഇലക്ട്രിസിറ്റി ഫ്രം ആൻ ഇലക്ട്രിക് സോഴ്സ് ടു ഡിവൈസ്. എ സർക്യൂട്ട് റിക്വയർഡ് at least an electric source connecting wires and electric devices. വൈദ്യുതി സ്രോതസ്സിൽ നിന്ന് ഉപകരണങ്ങളിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ എന്താണ് ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ്സ്, പിന്നെ എന്താണ് കണക്റ്റിംഗ് വയേഴ്സ്, ഇലക്ട്രിക് ഡിവൈസ് എന്നിവ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഒബ്സർവ് ദ ഫോളോയിങ് പിക്ചേഴ്സ്. എ പാർട്ട് ഓഫ് സർട്ടൻ സർക്യൂട്ട് ആർ റെപ്രസെൻറ്റഡ് ഇൻ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ ചില സർക്യൂട്ടുകളുടെ ഭാഗമാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. സർക്യൂട്ട് 1, സർക്യൂട്ട് 2, സർക്യൂട്ട് 3. ഇനി വിൽ ദ ബൾബ് ഇൻ ദീ സർക്യൂട്ട് ഈസ് ഗ്ലോ? വൈ? ഈ സർക്യൂട്ടിൽ ബൾബ് പ്രകാശിക്കുമോ? എന്തുകൊണ്ട്? അപ്പോൾ എന്താണ്? നോ. ഇഫ് ദ സർക്യൂട്ട് ഈസ് നോട്ട് കംപ്ലീറ്റ് ഇറ്റ് ഈസ് നോട്ട് ഓപ്പൺ സർക്യൂട്ട് അല്ലേ?
എന്താണ് ഇലക്ട്രിക് ഡിവൈസ് ക്യാൻ ബി വർക്ക് ഓൺലി ക്ലോസ്ഡ് സർക്യൂട്ട്. എന്താണ് ഈ സർക്യൂട്ട് പൂർത്തിയായില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ് അല്ലേ. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. ഇനി വോട്ട് ഈസ് മീൻ ബൈ ക്ലോസ്ഡ് സർക്യൂട്ട് ആൻഡ് ഓപ്പൺ സർക്യൂട്ട്. അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? A circuit is a closed one if it is complete. If the circuit is not complete, it is an open circuit. Electric device can be work only closed circuit. ഒരു സർക്യൂട്ടിൽ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. ഓക്കെ. ഇനി ആർ ദ ഫോളോയിങ് സർക്യൂട്ട് ക്ലോസ്ഡ് ഓർ ഓപ്പൺ. ഇതിൽ ഏതാണ് ക്ലോസ്ഡ്? ആദ്യത്തേത് ഓപ്പൺ ആണ്, രണ്ടാമത്തെ ക്ലോസ്ഡ് ആണ് അല്ലേ. ഓക്കെ. ഇനി അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ. ക്ലോസ്ഡ് സർക്യൂട്ട് ബൾബ് ലൈറ്റ് അപ്പ് ബിക്കോസ് ദ സെക്കൻഡ് സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ്. ഓക്കെ. ഇനി വോട്ട് ഈസ് സ്വിച്ച്. എന്താണ് സ്വിച്ച്? സ്വിച്ച് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മേക്ക് എ സർക്യൂട്ട് ക്ലോസ്ഡ് ഓർ ഓപ്പൺ വെൻ റിക്വയർഡ്. എ സർക്യൂട്ട് ബിക്കം ക്ലോസ്ഡ് വെൻ സ്വിച്ച് ഈസ് ടേൺ ഓൺ. ഇറ്റ് ബിക്കം അപ്പ് വെൻ സ്വിച്ച് ഈസ് ടേൺ ഓഫ്. എന്താണ്? ആവശ്യമുള്ളപ്പോൾ ഒരു സർക്യൂട്ടിൽ അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച്. സ്വിച്ച് ഓൺ ആകുമ്പോൾ സർക്യൂട്ടിൽ അടഞ്ഞതാകുന്നു, സ്വിച്ച് ഓഫ് ആകുമ്പോൾ സർക്യൂട്ട് തുറന്നതാകുന്നു. ഓക്കെ. ഇനി ടേക്ക് എ 9 volt ബാറ്ററി കണക്റ്റിംഗ് വയേഴ്സ് ആൻഡ് LED മൊഡ്യൂൾ ഫ്രം ദി സയൻസ് കിറ്റ്. അറേഞ്ച് ദം ഷോൺ ഇൻ ദ ഫിഗേഴ്സ്. എന്താണ്? ശാസ്ത്ര കിറ്റിൽ 9 volt ബാറ്ററി, LED മൊഡ്യൂൾ എന്നിവ എടുത്ത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കണക്ട് ദ എൻഡ് ഓഫ് എ ആൻഡ് ബി യൂസിങ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. എയിലും ബിയിലും അടയാളപ്പെടുത്തിയ അഗ്രങ്ങൾ പരസ്പരം യോജിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കണം? ഇത് സേഫ്റ്റി പിന്ന്, പീസ് ഓഫ് വുഡ്, പേപ്പർ, സ്റ്റീൽ സ്കെയിൽ, ചാർക്കോൾ, പെൻസിൽ, ഗ്രാഫൈറ്റ്, പ്ലാസ്റ്റിക് ബാംഗിൾസ്, മെറ്റൽ ബാംഗിൾസ്, വെറ്റ് പേപ്പേഴ്സ്, കോപ്പർ വയർ, ടാബ്ലറ്റ്. ദ ഒബ്സർവേഷൻസ്. എന്താണ് ഒബ്സർവേഷൻസ്? പേപ്പറിൽ LED മൊഡ്യൂൾ ഡിഡ് നോട്ട് ഗ്ലോ അല്ലേ. LED മൊഡ്യൂൾ പ്രകാശിച്ചില്ല, വൈദ്യുതി കടത്തി വിടുന്നുമില്ല. സേഫ്റ്റി പിന്നിൽ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റിയിലെ LED മൊഡ്യൂൾ പ്രകാശിച്ചു, വൈദ്യുതി കടത്തിവിടുന്നു. പീസ് ഓഫ് വുഡിൽ ദ LED മൊഡ്യൂൾ ഡിഡ് നോട്ട് ഗ്ലോ, ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സ്റ്റീൽ സ്കെയിൽ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ചാർക്കോളിലെ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. പെൻസിൽ ഗ്രാഫൈറ്റിലെ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. പ്ലാസ്റ്റിക് ബാങ്കിളിൽ ദ LED മൊഡ്യൂൾ ഡിഡ് നോട്ട് ഗ്ലോ, ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. മെറ്റൽ ബാങ്കിൽ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. വെറ്റ് പേപ്പർ ദ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. കോപ്പർ വയറിലെ the LED module glow, conduct electricity. Do not operate a switch with wet hand. Find out the reasons. എന്താണ്? നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? വാട്ടർ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി വെൻ യുവർ ഹാൻഡ് ആർ വെറ്റ്. ദ റിസ്ക് ഓഫ് ഇലക്ട്രിക് ഷോക്ക് ഇൻക്രീസസ് സിഗ്നിഫിക്കൻ്റ്ലി, സോ ഡു നോട്ട് ഓപ്പറേറ്റ് എ സ്വിച്ച് വിത്ത് എ വെറ്റ് ഹാൻഡ്. വൈദ്യുതി നല്ലൊരു എന്താണ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ് അല്ലേ. എന്താണ്? ജലം കൈകൾ നനഞ്ഞിരിക്കുമ്പോൾ, നമ്മുടെ കൈകൾ നനഞ്ഞിരിക്കുമ്പോൾ വൈദ്യുതിയാഘാതം ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിക്കരുത് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടേഴ്സ് എന്താണ്? കണ്ടക്ടേഴ്സ് എന്നാണ്. കണ്ടക്ടേഴ്സ് ആർ സബ്സ്റ്റാൻസസ് ദാറ്റ് എലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം. അയേൺ, ഗോൾഡ്, കോപ്പർ, സ്റ്റീൽ, ഗ്രാഫൈറ്റ് ആൻഡ് വാട്ടർ ആർ ഇലക്ട്രിക് കണ്ടക്ടേഴ്സ്. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് കണ്ടക്ടേഴ്സ്. ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, ജലം തുടങ്ങിയ വൈദ്യുത കണ്ടക്ടേഴ്സാണ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റേഴ്സ് ആർ substances that do not allow electricity to pass through dry wooden block, paper, plastic, cloth, etc. വൈദ്യുതി കടത്തി വിടാത്തതാണ് എന്ത്? ഇൻസുലേറ്റേഴ്സ്. ഉണങ്ങിയ മരക്കഷ്ണം, കടലാസ്, പ്ലാസ്റ്റിക്, തുണി എന്നിവ ഇൻസുലേറ്റേഴ്സാണ്. ഇനി ടാബ്ലറ്റ് ദി സിറ്റുവേഷൻസ് വേർ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ആർ യൂസ്ഡ്. എന്താണ്? ഇൻസുലേറ്റേഴ്സും കണ്ടക്ടേഴ്സും നാം ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു. ഏതൊക്കെയാണ് നോക്കാം നമുക്ക്. കാരണം ഏതൊക്കെയാണ് നോക്കാം. എന്താണ്? സിറ്റുവേഷൻസ് ഇൻ വിച്ച് കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ്, സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഇൻസുലേറ്റേഴ്സ് ആർ യൂസ്ഡ്. അപ്പോൾ ദ കോപ്പർ വയർ ത്രൂ വിച്ച് ഇലക്ട്രിസിറ്റി പാസസ് ത്രൂ. എന്താണ്? വീട്ടിൽ വൈദ്യുതി എത്തിക്കുന്നത് അലൂമിനിയം ചെമ്പുകമ്പി ഉപയോഗിച്ചാണ്. ഓക്കെ. പിന്നെ അടുത്തത് പറയണത് എന്താണ്?
വീട്ടിൽ വൈദ്യുതി എത്തിക്കുന്ന അലൂമിനിയം ചെമ്പ് കമ്പി ഉപയോഗിക്കുന്നു. പിന്നെ എന്താണ് ഉപകരണങ്ങളിൽ വൈദ്യുതി കടന്നു പോകേണ്ട ഭാഗം ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്നു അല്ലേ. അത് പിന്നെ അടുത്തത് രണ്ടാമത്തത് വീട്ടിൽ വൈദ്യുതി എടുത്തിരുന്ന അലുമിനിയം ചെമ്പ് കമ്പി ഉപയോഗിക്കുന്നു. ഒന്നാമത്തത് ഉപകരണങ്ങളിൽ വൈദ്യുതി കടന്നു പോകേണ്ട ഭാഗം ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്നു. പിന്നെ അടുത്തത് ഇലക്ട്രിക് ഡിവൈസ് പാർട്ട് ത്രൂ വിത്ത് ഇലക്ട്രിക് പാസസ് മെയ്ഡ് ബൈ ദ മെറ്റൽസ്. ഇനി പിന്നെ എന്താണ് ഫ്യൂസ് വയേഴ്സ് ആർ മെയ്ഡ് ബൈ കണ്ടക്ടേഴ്സ് അല്ലേ. ഫ്യൂസ് കമ്പികൾ ജാലകം കൊണ്ട് നിർമ്മിക്കുന്നു എന്നൊക്കെ പറയാം. ഇനി അടുത്തത് സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഇൻസുലേറ്റേഴ്സ് ആർ യൂസ്ഡ്. പ്ലാസ്റ്റിക് കോട്ടിംഗ് കവേഴ്സ് ഓഫ് കോപ്പർ വയേഴ്സ്. വയറുകൾ യോജിപ്പിക്കുമ്പോൾ ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിക്കുന്നു. While connecting the wires, the part of touch non switch made of plastic അല്ലേ. എന്താണ് സ്വിച്ചിൽ നാം സ്പർശിക്കുന്ന ഭാഗം പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. The electric appliances, the outer part of made by insulators. വൈദ്യുതോപകരണങ്ങളിൽ നാം സ്പർശിക്കുന്ന ഭാഗം ഇൻസുലേറ്റർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇനി എന്താ iron nail, copper wire, silver ornaments, gold ornaments, aluminum wire, a piece of zinc, lead wire, magnesium ribbons, a piece of sheet, thin sheet. അപ്പോൾ എന്താണ് ഇതൊക്കെ എന്താണ് ആ പരീക്ഷണം ആദ്യം നമ്മൾ ചെയ്ത പരീക്ഷണമില്ലേ അതുപോലെ തന്നെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പരീക്ഷണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 51 ഉള്ള ആൻസറാണ് കേട്ടോ. ഡു ഓൾ ദ സബ്സ്റ്റാൻസസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. യെസ് അല്ലേ, ഇതൊക്കെ മെറ്റൽസ് ആണ്. ഡു ഓൾ സബ്സ്റ്റാൻസസ് ഹാവ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. എന്തെങ്കിലും കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ ദേ ആർ ഓൾ മെറ്റൽസ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ. പിന്നെ വിച്ച് മെറ്റൽസ് വി ഡു നോർമലി യൂസ് ഇൻ ട്രാൻസ്മിറ്റ് ഇലക്ട്രിസിറ്റി ത്രൂ ഇലക്ട്രിക് ലൈൻസ്. ഇലക്ട്രിക് ലൈൻസിൽ സാധാരണ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? അലൂമിനിയം. വാട്ട് ഈസ് ദ റീസൺസ് ഫോർ നോട്ട് യൂസിങ് കോപ്പർ വയർ ടു ഇലക്ട്രിക് ലൈൻസ്. ഇലക്ട്രിക് ലൈൻസിൽ വൈദ്യുതി കടന്നു പോകാൻ ലോഹമാണ് സാധാരണ ഉപയോഗിക്കുന്നത് അല്ലേ. പക്ഷേ നമ്മൾ ചെമ്പ് കമ്പി ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് കോപ്പർ ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ അലൂമിനിയം അല്ലേ. ചെമ്പിന് അലുമിനിയത്തെക്കാൾ വില കൂടുതലാണ്. പിന്നെ കോപ്പർ ഈസ് ഡെസ്സർ ആൻഡ് ഹെവിയർ ദാൻ ദ അലൂമിനിയം മേക്കിംഗ് ഇറ്റ് മോർ ഡിഫിക്കൽട്ട് ടു സപ്പോർട്ട് ആൻഡ് മെയിൻറ്റെയിൻ എക്സ്പെഷ്യലി മോർ ദ ഓവർ ഹെഡ് ലൈൻസ്. ചെമ്പ് അലുമിനിയത്തെക്കാൾ സാന്ദ്രത കൂടിയതും ഭാരമുള്ളതുമാണ് അല്ലേ. പിന്നെ അടുത്തത് എന്താ പറയണത്, വായുവിൽ ഈർപ്പം എന്നിവ സമ്പർക്കത്തിൽ വരുമ്പോൾ ചെമ്പ് നാശത്തിന് വിധേയമാകും അല്ലേ. ഈ കാരണത്താൽ ഇലക്ട്രിക് ലൈനുകളിൽ ചെമ്പ് കമ്പി ഉപയോഗിക്കില്ല. പിന്നെ താരതമ്യേന വില കുറഞ്ഞതും ഭാരം കുറഞ്ഞതുമായ അലുമിനിയം ഇലക്ട്രിക് ലൈനുകൾക്ക് ഉപയോഗിക്കുന്നു എന്ന് പറയാം. ഓക്കെ, ഇനി ഫൈൻഡ് ഔട്ട് ദ യൂസസ് ഓഫ് ഈച്ച് ടൂൾസ്. ഈ ടൂൾസിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? താഴെ കൊടുത്തിരിക്കുന്ന കട്ടിംഗ് പ്ലെയർ എന്താണ്? വയർ മുറിക്കാൻ അല്ലേ. സ്ട്രിപ്പറോ എന്താണ്? ഇൻസുലേഷൻ അളക്കാനൊക്കെ ഉപയോഗിക്കും. പിന്നെ സ്ക്രൂ ഡ്രൈവർ സ്ക്രൂ മുറുക്കാനും അഴിക്കാനൊക്കെ. പിന്നെ ടെസ്റ്റർ വൈദ്യുത പ്രവാഹം പരിശോധിക്കാൻ. ഓക്കെ, ഇനി സം കോമൺലി യൂസ്ഡ് ദ സിമ്പിൾസ് ഓഫ് സർക്യൂട്ട് ആർ ഗിവൺ ബിലോ അല്ലേ. താഴെ തന്നിരിക്കുന്ന എന്താണ് സാധാരണ ഉപയോഗിക്കുന്ന സർക്യൂട്ടുകൾ തന്നിരിക്കുന്നുണ്ട്. അവ അത് നോക്കട്ടെ, അത് പഠിക്കണം കേട്ടോ. ആ സിമ്പിൾസ് ഒക്കെ പഠിക്കാം. ഓക്കെ, ഇനി ഒബ്സർവ് ദ ഗിവൺ സർക്യൂട്ട്, ഐഡൻറ്റിഫൈ ദ പാർട്സ് ഓഫ് എ ബി സി ഡി. അപ്പോൾ ഇനി ഇവിടെ 2 സർക്യൂട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് സർക്യൂട്ട് 1 എന്നുള്ളത് എഴുതുക അവിടെ. സർക്യൂട്ട് 1 ഇതൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. അപ്പം അതെടുത്ത് നോക്കിയാൽ മതി. സർക്യൂട്ട് 1 സർക്യൂട്ട് 2 തന്നിട്ടുണ്ട്. ഇനി വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 സർക്യൂട്ട്സ്. എന്താണ് സർക്യൂട്ട് 1 എന്ന ഓപ്പൺ ആണ്, സർക്യൂട്ട് 2 ക്ലോസ്ഡ് ആണ്. ഓക്കെ, we have used 9-volt battery making an emergency lamp. Will we get a electric shock if the touch wire connected to the battery? അപ്പോൾ എന്താ അതിൻ്റെ ആൻസർ? എമർജൻസി ലാമ്പ് നിർമ്മിക്കാൻ 9-volt ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. പിന്നെ അത് ബന്ധിപ്പിക്കുക സ്പർശിച്ച് നമുക്ക് ഷോക്ക് ഏൽക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല. അപ്പോൾ എന്താണ് ഈ സംഹൗ ദി ഇലക്ട്രിക് യൂസ്ഡ് ടു ഹോം പാസസ് ത്രൂ അവർ ബോഡി ടു ദ കേസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. വാട്ട് ഈസ് ദ റീസൺസ്? അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ എന്താണ് വീട്ടിലുപയോഗിക്കുന്ന വൈദ്യുതി ഏതെങ്കിലും വിധത്തിൽ ശരീരത്തിൽ കടന്നു പോയാൽ നമുക്ക് ഷോക്ക് അടിക്കുക. അതെന്താണ് കാരണം? നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ബാറ്ററി 230 വോട്ട് ആണ്. ഓക്കെ, ഇനി എന്താണ് ഷോക്ക്? വാട്ട് ഈസ് ഇലക്ട്രിക് ഷോക്ക്? എന്താണ് വി ഗെറ്റ് ഇലക്ട്രിക് ഷോക്ക് വെൻ ഇലക്ട്രിക് കറണ്ട് പാസസ് ത്രൂ അവർ ബോഡി അല്ലേ. ശരീരത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഷോക്ക് ഏൽക്കുന്നു. അവർ ബോഡി ഈസ് എ ഇലക്ട്രിക് കണ്ടക്ടർ സിൻസ് ദ വാട്ടർ ഇസ് ഓഫ് പ്രസൻറ്റ് ഇൻ ലിവിങ് സെല്ല്. എന്താ ലിവിങ് സെല്ലിൽ വാട്ടറിൻ്റെ സാന്നിധ്യം ഉണ്ടാവും, അതുകൊണ്ടാണ് നമുക്ക് ഷോക്ക് അടിക്കുന്നത്. ഇലക്ട്രിക് ഷോക്ക് അക്വയർ വെൻ ദ ബ്രോക്കൺ പവർ ലൈൻ ഓർ ആൻ ഇലക്ട്രിക് സോഴ്സസ് ലൈക്ക്
അൺഇൻസുലേറ്റഡ് സർക്യൂട്ട് കം ഇൻ ടു ദ കോണ്ടാക്ട് വിത്ത് ദ ബോഡി. എന്താണ് എന്താണ് പൊട്ടിയ വൈദ്യുതി ലൈനോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ടുകൾ പോലുള്ള ബാഹ്യമായ സ്രോതസ്സോ ശരീരത്തുമായി സമ്പർക്കത്തിലെത്തുമ്പോൾ വൈദ്യുതാഘാതം സംഭവിക്കുന്നു. ഓക്കെ, ഇനി സംടൈംസ് ദീസ് കേസസ് ഓഫ് സെവിയർ ബോൺസ് അല്ലേ, ചില സമയങ്ങളിൽ ഗുരുതരമായ പൊള്ളലേൽപ്പിക്കും. പിന്നെ എന്താണ് കാർഡിയാക് അറസ്റ്റ്, മേജർ റീസൺസ് ഫോർ ദ ഡെത്ത് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. വൈദ്യുതാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിൻ്റെ പ്രധാന കാരണം ഹൃദയാഘാതമാണെന്നൊക്കെ പറയാം. ഇനി ഒബ്സർവ് ദ ഗിവൺ സിറ്റുവേഷൻസ്, ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ചേഞ്ചസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്, പുട്ട് ഇൻ ടിക്ക് മാർക്ക്. ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അതവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പുട്ട് ടിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് യു ലൈക്ലി ടു ഗെറ്റ് എൻ ഇലക്ട്രിക് ഷോക്ക്. നമുക്ക് ഇലക്ട്രിക് ഷോക്ക് വൈദ്യുതാഘാതം ഏൽക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ സാഹചര്യത്തിലാണ് വൈദ്യുതാഘാതം ഏൽക്കുക? എന്താണ് ചേഞ്ചിങ് ദ ബൾബ് വെൻ സ്വിച്ച് ഈസ് ഓൺ, ടേൺ ഓൺ ദ സ്വിച്ച് അല്ലേ, വിത്ത് വെറ്റ് ഹാൻഡ് അല്ലേ, സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ബൾബ് മാറ്റുന്നു, പിന്നെ നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ഇടുന്നു, പിന്നെ റിമൂവിങ് ദ ബൾബ് വിത്തൗട്ട് സ്വിച്ച് ഓഫ് അല്ലേ, എന്താണ് സ്വിച്ച് ഓഫാക്കാതെ പ്ലഗ് പിന്ന് ഊരുന്നു ഒക്കെ പറയാം. ഓക്കെ, പ്രോപ്പർ ഇൻസുലേഷൻസ് റിപ്പയറിംഗ് ഡിവൈസസ് വൈൽ സ്വിച്ച് ഈസ് വെയർ ടേൺ ഓൺ അല്ലേ, സ്വിച്ച് ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുന്നു, പിന്നെ എന്താണ് സ്വിച്ച് ഓൺ ചെയ്ത ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഷോക്ക് അടിക്കാം. പിന്നെ വാട്ട് ആർ ദ തിങ്സ് ടു ബി ഇമ്മീഡിയറ്റ്ലി ടു സേവ് ദ പേഴ്സൺസ് ഹു ഹാസ് സഫേർഡ് ആൻ ഇലക്ട്രിക് ഷോക്ക്. വൈദ്യുത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ? ഫസ്റ്റ് തിങ് ടു ബി ഡൺ ദ ഡിസ്കണക്ട് ദ ഇലക്ട്രിസിറ്റി അല്ലേ. വൈദ്യുതോപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ, വൈദ്യുതോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നാം എന്താണ് what are the things to be done immediately to save the persons? എന്തൊക്കെ കാര്യങ്ങളാണ്? ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ആർ ലൈക്ലി ടു ആൻ ഇലക്ട്രിക് ഷോക്ക്, അത് പറഞ്ഞു. ഇനി വാട്ട് ആർ ദ തിങ്സ് ടു ബി ഇമ്മീഡിയറ്റ്ലി ടു സേവ് ദ പേഴ്സൺ ടു സഫേർഡ് ഇലക്ട്രിക് ഷോക്ക്. ഇലക്ട്രിക് ഷോക്ക് ഏറ്റാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ വ്യക്തിയെ എന്ത് ചെയ്യണം? ദ ഫസ്റ്റ് തിങ്സ് ഡൗൺ ബി ഡിസ്കണക്ട് ഇതല്ലേ, ആദ്യം വൈദ്യുതി ബന്ധം ഒഴിവാക്കണം. പിന്നെ യു ക്യാൻ സ്വിച്ച് ഓഫ് ദ റിമൂവ് ആൻഡ് ഫ്യൂസ് ആൻഡ് ദിസ് ടു പോസിബിൾ ടു സെപ്പറേറ്റ് ദ പേഴ്സൺസ് വിത്ത് ദ ഇലക്ട്രിക് സർക്യൂട്ട് യൂസിങ് ഡ്രൈ വുഡൻ സ്റ്റിക്ക് സം വുഡ് ആർ ഇൻസുലേറ്റേഴ്സ് അല്ലേ. വൈദ്യുതി ബന്ധം ഒഴിവാക്കുന്നതിന് ആദ്യം ചെയ്യേണ്ടത് ഇതിനായി സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് മാറ്റുകയോ ചെയ്യുക. പിന്നെ ഉണങ്ങിയ മരക്കൊമ്പോ എന്തെങ്കിലും എടുത്തിട്ട് അവരെ ആ ഷോക്കേറ്റ ആളെ ആ സർക്യൂട്ടിൽ നിന്ന് തള്ളി മാറ്റുകയൊക്കെ ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്, ഇതിൻ്റെ ആൻസേഴ്സാണ്. ഓക്കെ, അത് എഴുതാം. ഇനി വിച്ച് ഫ്യൂവൽ യൂസ്ഡ് ടു ഓപ്പറേറ്റ് ജനറേറ്റർ, ഏതാണ്? പെട്രോൾ, കെറോസിൻ, ഡീസൽ. ഓക്കെ, ഇനി ഹൗ വിൽ ജനറേറ്റർ വില്ല് ഹൈഡ്രോളിക് പവർ സ്റ്റേഷൻസ് വർക്ക്, എന്താണ് ഹൈഡ്രോളിക്സ്, എന്താണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ജനറേറ്റേഴ്സ് ആർ ഹൈഡ്രോളിക് പവർ സ്റ്റേഷൻസ് വർക്ക് യൂസിങ് ദ എമർജൻസി എനർജി അപ്റ്റൈൻഡ് വെൻ വാട്ടർ സ്റ്റോർഡ് ഇൻ ദ റിസർവെയർ ഓഫ് ഡാംസ് ഫോൾസ് ഫ്രം ഹൈറ്റ് അല്ലേ. അണക്കെട്ടിൽ ഉയർത്തി കെട്ടിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിക്കുന്നത്. ഇനി ഹൗ ഡിഡ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഇൻ ദ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്, ജലവൈദ്യുത നിലയങ്ങളിൽ എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? എങ്ങനെയാണ്? അണക്കെട്ടിൽ ഉയർത്തിയ വെള്ളത്തിലെ താഴേക്ക് പതിക്കുമ്പോഴാണ് ഊർജ്ജം ഉപയോഗിക്കുന്നത്. വൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിക്കുന്നത് വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച ടർബിനിലേക്ക് വീഴ്ത്തുന്നു. പിന്നെ ടർബിൻ തിരിയുന്നിടത്തോട് ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നു. പിന്നെ ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനുകളുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നൊക്കെ പറയാം. അത്രേ. ഇനി വാട്ട് ആർ ദ ഡിഫറൻസ് മെത്തേഡ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ജനറേഷൻസ്, എന്താണ് നമ്മുടെ രാജ്യത്ത് എന്താണ് വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കുന്നു അല്ലേ വൈദ്യുതിക്ക് വേണ്ടിയിട്ട്. അത് ഏതൊക്കെയാണ്? ഹൈഡ്രോളിക് പവർ സ്റ്റേഷൻസ്, എന്താണ് ജലവൈദ്യുത നിലയങ്ങൾ അല്ലേ. പിന്നെ തെർമൽ പവർ സ്റ്റേഷൻസ്, താപവൈദ്യുത നിലയങ്ങൾ. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ്, ആണവ ഊർജ്ജ നിലയം. പിന്നെ എന്താണ്? വിൻഡ് മില്ല്, കാറ്റാടിപ്പാടെന്നൊക്കെ പറയും. പിന്നെ എന്താണ്? സോളാർ പാനൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സോളാർ പാനൽ അല്ലെങ്കിൽ സൗരോർജ്ജം. പിന്നെ എന്താണ്? ദ മേജർ പാർട്ട് ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് കേരള കം ഫ്രം ദ പവർ പ്ലാന്റ്.
ഏതാണ് വാട്ട് ആർ ദ മേജർ എന്താണ് ദ ഹൈഡ്രോളിക് പവർ സ്റ്റേഷൻ ഇൻ ഇടുക്കി. ഓക്കെ, ഇനി വാട്ട് ആർ ദ സോളാർ സെൽ. എന്താണ് സോളാർ സെല്ല് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സൂര്യൻ സോളാർ സെൽ ഈസ് ഡിവൈസസ് ദാറ്റ് കൺവേർട്ടഡ് സോളാർ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി അല്ലേ. സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് സോളാർ സെല്ല്. ഇനി വോട്ട് ഈസ് സോളാർ പാനൽ. എന്താണ് സോളാർ പാനൽ എന്ന് പറഞ്ഞാൽ സോളാർ പാനൽ ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more സോളാർ സെല്ല്. എന്താണ് ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേർന്നാണ് സോളാർ പാനൽ. ഇനി വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് ഇലക്ട്രിസിറ്റി ഈസ് വേസ്റ്റഡ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇലക്ട്രിസിറ്റി പാഴാക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ബൾബും ഫാനും ഓൺ വെൻ ദർ ഈസ് നോ വൺ ഇൻ ദ റൂം അല്ലേ. എന്താണ് ആളില്ലാത്ത റൂമിൽ ബൾബും ഫാനും പ്രവർത്തിക്കുന്നു. പിന്നെ ടി വി സ്വിച്ച് ഓൺ വെൻ ദർ ഈസ് എൻ നോ വൺ ടു വാച്ച് ഇറ്റ് അല്ലേ. ടി വി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും, ആരും കാണുന്നില്ലെങ്കിൽ. റെഫ്രിജറേറ്റർ ലെഫ്റ്റ് ഓപ്പൺ, അതൊക്കെ എഴുതാം കേട്ടോ. ഓക്കെ, തന്നിട്ടുണ്ട്. ഇനി വാട്ട് ആർ ദ മെഷേഴ്സ് ഓഫ് പ്രിവെൻറ്റ് വേസ്റ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി, അതും തന്നിട്ടുണ്ട്, എഴുതാം. ഇനി ഇലക്ട്രിസിസ് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ആ ഇലക്ട്രിസിസിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ് ഇൻ വാട്ടർ ആൻഡ് ഇലക്ട്രിക് ലൈൻ ബ്രേക്ക് ആൻഡ് ഫോൾ ഇൻ ടു ദ വാട്ടർ. ഈസ് ദ പേഴ്സൺ ലൈക്ലി ടു ഗെറ്റ് ഇലക്ട്രിക് ഷോക്ക്? ഗിവ് എ റീസൺ. എന്താണ് നമ്മൾ ജലാശയത്തിലേക്ക് വൈദ്യുതി കമ്പി പൊട്ടി വീഴുമ്പോൾ വെള്ളത്തിൽ നിൽക്കുന്നവർക്ക് ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ടോ, എന്തുകൊണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് വാട്ടർ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ. ഉണ്ട്, സാധ്യതയുണ്ട്. എന്താണ് ജലാശയത്തിലേക്ക് വൈദ്യുതി കമ്പി പൊട്ടി വീഴുമ്പോൾ വെള്ളത്തിൽ നിൽക്കുന്നവർക്ക് ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. വെള്ളം വൈദ്യുതിയുടെ നല്ലൊരു ചാലകമാണ് അല്ലേ. അതിനാൽ വൈദ്യുതി ജലത്തിലൂടെ പെട്ടെന്ന് വ്യാപിക്കുകയും വെള്ളത്തിൽ നിൽക്കുന്നവർക്ക് സമീപം ഉള്ളവർക്കും വൈദ്യുതാഘാതം ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അതാണ് എൻ്റെ ആൻസർ. ഇനി ഈ ചിത്രം വരയ്ക്കാം. ഇത് ക്ലോസ്ഡ് ഓപ്പൺ സർക്യൂട്ടാണ് തന്നിരിക്കുന്നത്. ക്ലോസ്ഡ് സർക്യൂട്ടിൻ്റെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് വരയ്ക്കാം. ഇനി അതിൻ്റെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. സംടൈംസ് ദർ ഇസ് എ പവർ ഷോർട്ടേജ് ഇൻ കേരള ഡ്യൂറിങ് സമ്മർ സീസൺ. ഇത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കേരളത്തിൽ വേനൽക്കാലത്ത് മഴ ചിലപ്പോൾ വൈദ്യുതക്ഷാമം ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അപ്പോൾ മേജർ പാർട്ട് ഓഫ് ദി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് കേരള ഫ്രം ദി ഹൈഡ്രോളിക് പവർ സ്റ്റേഷൻ അല്ലേ. എന്താണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ജലവൈദ്യുത നിലങ്ങളിൽ നിന്നാണ് അല്ലേ. അപ്പം ഡ്യൂറിങ് സമ്മർ സീസൺ വാട്ടർ ലെവൽ ഈസ് റിസർവയർ ആൻഡ് റിവേഴ്സ് ഡിക്രീസ് അല്ലേ. അപ്പോൾ റെഡ്യൂസിങ് ദ കപ്പാസിറ്റി ഓഫ് ദി ഹൈഡ്രോളിക് ജനറേഷൻസ്. അപ്പോൾ എന്താണ് നമ്മൾ വേനൽക്കാലത്ത് ജലസംഭരണികളിൽ നദികളിലൊക്കെ ജലനിരപ്പ് കുറയും. ഇത് ജലവൈദ്യുത ഉൽപ്പാദനത്തിലുള്ള ശേഷി കുറയ്ക്കും. അത്ര എഴുതിയാൽ മതി. മറ്റേതിൽ ഞാൻ കുറേ വൈഡായിട്ട് തന്നിട്ട് അത് വേണ്ട. ഓക്കെ, ഇത് എഴുതിയാൽ മതി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മൾ ഈ പാഠത്തെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ചർച്ച ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.